നമസ്കാരം സുഹൃത്തുക്കളെ, 2023 മാർച്ച് മാസം നടക്കാനിരിക്കുന്ന പരീക്ഷകളുടെ എക്സാമിനേഷൻ കലണ്ടർ PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 10th മെയിൻസ് മാർച്ചിലും ഷെഡ്യൂൾ ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും മാർച്ച് മാസത്തിലെ പരീക്ഷകൾ ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ടിപ്സ് ആൻഡ് ട്രിക്സ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പൊ 10th മെയിൻസ് നമ്മളെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പരീക്ഷ 10th മെയിൻസ് എന്തായാലും മാർച്ച് മാസത്തിലെ കലണ്ടറിൽ 10th മെയിൻസ് ഇട്ടിട്ടില്ല. PSC ഇനി അഡീഷണൽ പ്രോഗ്രാം ആയിട്ട് ഇടുവോ എന്ന് അറിയത്തില്ല എന്തായാലും. അപ്പൊ ഇതുവരെ എന്തായാലും ഇട്ടിട്ടില്ല. പിന്നെ വേറൊരു കാര്യം, നമ്മൾ 10th മെയിൻസിന് വേണ്ടിയിട്ട് 100 days ടൈം ടേബിൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ തന്നെ എല്ലാ ദിവസവും പരീക്ഷയും പോർഷൻസും ആയിട്ട് നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. എല്ലാവർക്കും അറിയായിരിക്കും, ഒരുപാട് ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ട്. ഫ്രീ ആയിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി. അപ്പോൾ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ കയറി ജോയിൻ ചെയ്തോളാം. ഫ്രീ ആയിട്ട് തന്നെ എല്ലാ ക്ലാസ്സുകളും ഗൈഡൻസും എല്ലാം ടൈം ഷെഡ്യൂളും എല്ലാം ഫ്രീ ആയിട്ട് തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. 100 days ടൈം ടേബിൾ 10th മെയിൻസിന്റെ 100 days ടൈം ടേബിൾ ഓൾറെഡി ഞാൻ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടല്ലോ. ഓരോ ദിവസത്തെയും ടൈം ടേബിൾ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ടേ തലേ ദിവസം നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇടും. നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഓരോ ദിവസവും രാത്രി പിറ്റേ ദിവസത്തേക്കായിട്ടുള്ള ടൈം ടേബിളും അതിന്റെ സ്റ്റഡി മെറ്റീരിയൽസും ഏതൊക്കെ സമയം നിങ്ങൾ പഠിക്കണം, കുറച്ച് പോർഷൻസേ ഉള്ളൂ, അതെല്ലാം ഇട്ടേക്കും. എല്ലാ ദിവസവും SCRT സയൻസ് ഉണ്ടായിരിക്കും. കാരണം 10th മെയിൻസിന് ഏറ്റവും കൂടുതൽ മാർക്ക് സയൻസിനാണ്. 12 മാർക്കുണ്ട് സയൻസ്. അപ്പൊ SCRT എന്ന PSC കൂടുതൽ ചോദ്യങ്ങളും കഴിഞ്ഞ വർഷമൊക്കെ 10th മെയിൻസ് 12 ചോദ്യങ്ങളിൽ 10 ചോദ്യവും SCRT തന്നെയായിരുന്നു. അപ്പൊ SCRT സയൻസ് നമ്മൾ നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോയി, മാക്സിമം റിവൈസ് ചെയ്ത് മാക്സിമം ടെസ്റ്റ് ഇട്ട് നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോകുന്നത്. അപ്പോൾ SCRT സയൻസ് നിങ്ങൾക്കൊന്ന് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടേ ഓരോ ടോപ്പിക്ക് കഴിഞ്ഞിട്ടും, അതായത് ഓരോ ചാപ്റ്റർ കഴിഞ്ഞിട്ടും നമ്മുടെ ടിപ്സ് ആൻഡ് ട്രിക്സ് ടീം പുറത്തിറക്കിയ ദ അൾട്ടിമേറ്റ് സയൻസ് മന്ത്ര എന്ന് പറയുന്ന ടെക്സ്റ്റ് ഉണ്ട്. അതായത് ഞങ്ങളുടെ ടിപ്സ് ആൻഡ് ട്രിക്സ് ടീം 5 മുതൽ 10 വരെയുള്ള SCRT സയൻസ് എല്ലാ ചാപ്റ്റേഴ്സും ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻ രീതിയിലാക്കിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും ഈ ചാപ്റ്റർ പഠിച്ചതിന് ശേഷം ഇതിലെ ക്വസ്റ്റ്യൻസും കൂടി പ്രാക്ടീസ് ചെയ്യുമ്പോൾ സെറ്റ് ആവും. അപ്പോൾ ബുക്ക് വാങ്ങാത്തവരുണ്ടെങ്കിൽ ഒന്ന് വാങ്ങിയിട്ട് നിങ്ങളിങ്ങനെ ഓരോ ചാപ്റ്റർ അതിലെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചാപ്റ്റർ നമ്മൾ ക്ലാസ് ആയിട്ട് എടുക്കും. ഓരോ ചാപ്റ്ററും ക്വസ്റ്റ്യൻസും ആയിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പോവുകയാണെങ്കിൽ SCRT സയൻസിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ വാങ്ങാൻ വേണ്ടി പറ്റും. അത് നമ്മൾ ഗ്യാരണ്ടിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും കലണ്ടർ ഒന്ന് നോക്കാം. എക്സാമിനേഷൻ പ്രോഗ്രാം ഫോർ ദ മന്ത് ഓഫ് മാർച്ച് 2023 ഫോർ സബ്മിറ്റിംഗ് കൺഫർമേഷൻ. ഇവിടെ എല്ലാവരും ചോദിക്കുന്നൊരു ഡൗട്ട് ഉണ്ടേ. അതിവിടെ ഉദ്യോഗാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് എന്ന് പറഞ്ഞിട്ട് PSC തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വായിക്കാം ആദ്യം. ഈ പരീക്ഷാ കലണ്ടറിലെ സ്ഥിരീകരണം നൽകേണ്ട തസ്തികകളിലേക്ക് സ്ഥിരീകരണം രേഖപ്പെടുത്തുമ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷ എഴുതുന്നതിനായി അവരുടെ കത്തിടപാടുകൾ നടത്തേണ്ട മേൽവിലാസം, അതായത് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് ഉൾക്കൊള്ളുന്ന ജില്ല തന്നെ തിരഞ്ഞെടുക്കാവുന്നതാണ്. പരീക്ഷ എഴുതാൻ വേണ്ടി നമ്മളിപ്പോൾ ഇപ്പം താമസിക്കുന്ന സ്ഥലമില്ലേ, അതാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് ആയിട്ട് വെക്കുന്നത്. പെർമനന്റ് അഡ്രസ്സ് ചിലപ്പം വേറെ ആയിരിക്കാം, ചിലപ്പോൾ രണ്ടും ഒരുപോലെയുള്ള ആൾക്കാരുണ്ടായിരിക്കാം. എന്നിരുന്നാലും ഇപ്പോൾ വേറെ ജില്ലയിലൊക്കെ പോയി താമസിക്കുന്ന ആൾക്കാർക്ക് അവരുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് ആ ജില്ലയിൽ അവർ താമസിക്കുന്ന സ്ഥലത്തെ ആയിരിക്കും. അപ്പോൾ അവർക്ക് ആ ജില്ലയിൽ തന്നെ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് എന്താണ് ഈ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്തി ആ ഉൾക്കൊള്ളുന്ന ജില്ല തന്നെ തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ ആവശ്യമെങ്കിൽ ഇതിനായി പ്രൊഫൈലിൽ കത്തിടപാടുകൾ നടത്തേണ്ടുന്ന വിലാസത്തിൽ സ്വയം മാറ്റങ്ങൾ വരുത്തിയ ശേഷം മാത്രം സ്ഥിരീകരണം രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കൺഫർമേഷൻ കൊടുക്കുന്നതിന് മുന്നെയാണ് ഈ കാര്യം ചെയ്യാനുള്ളത്. അപ്പോൾ ഏതൊക്കെ പരീക്ഷകളാണെന്ന് നോക്കാം. ആദ്യത്തെ പരീക്ഷ മാർച്ച് മാസം 1-ാം തീയതി സ്റ്റേഷൻ ഓഫീസർ ട്രെയിനി ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന്റെ പരീക്ഷയാണ്. മെയിൻ ടോപ്പിക്സ് കൊടുത്തിട്ടുണ്ട്, മാർക്ക് ഡിസ്ട്രിബ്യൂഷനും കൊടുത്തിട്ടുണ്ട്. അതുപോലെ സിലബസിന് വേണ്ടിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സിലബസ് കിട്ടും. പിന്നെ 26,012 കാൻഡിഡേറ്റ്സ് അപ്പിയർ ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ കൺഫർമേഷനെ നിങ്ങൾക്ക് ഇപ്പോൾ മുതൽ കൊടുക്കാം കേട്ടോ. 21/12/2022 മുതൽ 9/1/2023 വരെ ഇതിന് കൺഫർമേഷൻ കൊടുക്കാം. ഈ തീയതികളിൽ കൺഫർമേഷൻ കൊടുത്താൽ മാത്രമേ അഡ്മിഷൻ ടിക്കറ്റ് ഫെബ്രുവരി 15, 2022 മുതൽ ലഭ്യമാകുന്നതുള്ളൂ. അടുത്തത് മാർച്ച് മാസം 2-ാം തീയതി പമ്പ് ഓപ്പറേറ്റർ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള പരീക്ഷയ 22,848 കാൻഡിഡേറ്റ്സ് അപ്പിയർ ചെയ്യുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സിലബസ് കിട്ടും. ഇതിന്റെ കൺഫർമേഷനും 21/12/2022 മുതൽ 9/1/2023 വരെ നൽകാം. കൺഫർമേഷൻ നൽകുന്നവർക്ക് 16/2/2023 ഫെബ്രുവരി 16-ാം തീയതി മുതൽ അഡ്മിഷൻ ടിക്കറ്റ് ലഭ്യമാകുന്നതായിരിക്കും. ഇനി മാർച്ച് 3 ജൂനിയർ മാനേജർ ഇൻഫർമേഷൻ മാനേജ്മെന്റ് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ്.
അപ്പോൾ ഇതിൻ്റെ കൺഫർമേഷനും ഇപ്പോൾ നൽകാവുന്നതാണ്. അഡ്മിഷൻ ടിക്കറ്റ് ഫെബ്രുവരി മാസം 17 ലഭ്യമാകുന്നതായിരിക്കും. ഇതിൽ അപ്പിയർ ചെയ്യാൻ പോകുന്നത് 20,433 കാൻഡിഡേറ്റ്സ് ആണ്. ഇനി മാർച്ച് മാസം 4 ജൂനിയർ ഇൻസ്ട്രക്ടർ പ്ലംബർ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പരീക്ഷ നടക്കുക. അപ്പോൾ ഇതിന്റെ കൺഫർമേഷനും ഇപ്പോൾ നൽകാം. കൺഫർമേഷൻ നൽകിയവർക്ക് ഫെബ്രുവരി മാസം 17 മുതൽ ഹാൾ ടിക്കറ്റ് ലഭ്യമാകുന്നതായിരിക്കും. 22,461 പേരാണ് അപ്പിയർ ചെയ്യാൻ പോകുന്നത്. ഇനി മാർച്ച് 9 ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ പൊളിറ്റിക്കൽ സയൻസ് കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷന്റെ പരീക്ഷ നടക്കാൻ പോവാ. അപ്പോൾ ഇതിന്റെ ഹാൾ ടിക്കറ്റ് ഫെബ്രുവരി 23 ലഭ്യമാകുന്നത്. 890 ആൾക്കാരാണ് അപ്പിയർ ചെയ്യാൻ പോകുന്നത്. ഇനി അന്നേ ദിവസം തന്നെ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ പൊളിറ്റിക്കൽ സയൻസ്, അപ്പോൾ അതിൻ്റെ പരീക്ഷ കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ, ഇതിൻ്റെ കൺഫർമേഷൻ ഇപ്പോൾ നൽകാവുന്നതാണ്. ഹാൾ ടിക്കറ്റ് ഫെബ്രുവരി 23 ലഭ്യമാകുന്നതായിരിക്കും. ഈ പറഞ്ഞ 2 കാറ്റഗറിക്കും സെയിം എക്സാം തന്നെയായിരിക്കും, കോമൺ ടെസ്റ്റ് ആയിരിക്കും. അടുത്തത് മാർച്ച് മാസം 10 ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ ഉറുദു. അപ്പോൾ ഇതിനും ഇപ്പോൾ കൺഫർമേഷൻ നൽകാവുന്നതാണ്. 112 പേരാണ് അപ്പിയർ ചെയ്യാൻ പോകുന്നത്. ഫെബ്രുവരി മാസം 24 അഡ്മിഷൻ ടിക്കറ്റ് ലഭ്യമാകുന്നതായിരിക്കും. ഇനി മാർച്ച് 11 ട്രേഡ്സ്മാൻ വയർമാൻ ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ പരീക്ഷ നടക്കാനിരിക്കുക. ഇതിന്റെ കൺഫർമേഷൻ ഇപ്പോൾ മുതൽ നൽകാം. ഫെബ്രുവരി 25 ഹാൾ ടിക്കറ്റ് വരുന്നത്. ഇത് തൃശൂർ, കണ്ണൂർ ജില്ലകളിലേക്കുള്ള ടെസ്റ്റാണ് അന്ന് നടക്കുന്നത്. അതുപോലെ മാർച്ച് 14 ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ സ്റ്റാറ്റിസ്റ്റിക്സ് ജൂനിയർ പരീക്ഷ നടക്കാനിരിക്കുക. ഹാൾ ടിക്കറ്റ് വരുന്നത് ഫെബ്രുവരി മാസം 28 ഇനി മാർച്ച് 14 ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ സ്റ്റാറ്റിസ്റ്റിക്സ് കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ പരീക്ഷ നടക്കാനിരിക്കുക. ഹാൾ ടിക്കറ്റ് ലഭ്യമാകുന്നത് ഫെബ്രുവരി 28 ഈ പറഞ്ഞ 2 പോസ്റ്റിനും സെയിം എക്സാം ആയിരിക്കും. അടുത്തത് മാർച്ച് 15 അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ശല്യതന്ത്ര ഒരാൾ മാത്രമാണ് അപ്പിയർ ചെയ്യുന്നത്. ഇതിന്റെ ഹാൾ ടിക്കറ്റ് മാർച്ച് 1 വരുന്നത്. അടുത്തത് 15 അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ദ്രവ്യഗുണ ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഒരാളാണ് അപ്പിയർ ചെയ്യുന്നത്. ഇതിന്റെ ഹാൾ ടിക്കറ്റ് 1/3/2023 മുതലായിരിക്കും ലഭ്യമാകുന്നത്. അടുത്തത് മാർച്ച് 16 അക്കൗണ്ടന്റ് സീനിയർ അസിസ്റ്റന്റ് കേരള സ്റ്റേറ്റ് ബാക്ക്വേർഡ് ക്ലാസസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്. ഇതിന് കൺഫർമേഷൻ ഇപ്പോൾ മുതൽ നൽകാം. ഹാൾ ടിക്കറ്റ് ലഭ്യമാകുന്നത് മാർച്ച് മാസം 2 6,955 കാൻഡിഡേറ്റ്സ് ആണ് അപ്പിയർ ചെയ്യുന്നത്. അടുത്തത് മാർച്ച് മാസം 17 അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ശ്വസ്താവ്രത ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഒരാളാണ് അപ്പിയർ ചെയ്യുന്നത്. മാർച്ച് 3 ഹാൾ ടിക്കറ്റ് കിട്ടുന്നത്. ഇനി മാർച്ച് മാസം 17 അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കായ ചികിത്സ 2 പേരാണ് അപ്പിയർ ചെയ്യുന്നത്. മാർച്ച് മാസം 3 ഹാൾ ടിക്കറ്റ് കിട്ടുന്നത്. ഇനി മാർച്ച് മാസം 21 സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 എക്സാം സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ് ഫോർ ST ഒള്ളി ആലപ്പുഴ, തൃശൂർ ജില്ലകളിലേക്ക്. മാർച്ച് മാസം 7 ഹാൾ ടിക്കറ്റ് വരുന്നത്. ഇനി മാർച്ച് 21 സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 മെഡിക്കൽ എഡ്യൂക്കേഷൻ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ SC/ST 2,940 പേരാണ് അപ്പിയർ ചെയ്യുന്നത്. മാർച്ച് മാസം 7 ഹാൾ ടിക്കറ്റ് കിട്ടുന്നത്. ഈ പറഞ്ഞ 2 പോസ്റ്റിനും കോമൺ ടെസ്റ്റ് ആയിരിക്കും. അടുത്തത് മാർച്ച് 23 സെക്യൂരിറ്റി ഗാർഡ് കം പമ്പ് ഓപ്പറേറ്റർ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്. അപ്പോൾ ഇതിൽ 3,143 കാൻഡിഡേറ്റ്സ് ആണ് അപ്പിയർ ചെയ്യുന്നത്. ഹാൾ ടിക്കറ്റ് മാർച്ച് 9 കിട്ടുന്നത്. ഇനി മാർച്ച് മാസം 29 ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ ജോഗ്രഫി കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ 381 കാൻഡിഡേറ്റ്സ് ആണ് അപ്പിയർ ചെയ്യുന്നത്. ഹാൾ ടിക്കറ്റ് മാർച്ച് മാസം 15 ലഭ്യമാകുന്നത്. അപ്പോൾ ഇത്രയും പരീക്ഷകളാണ് ഷെഡ്യൂൾ ചെയ്തേക്കുന്നത്. ഇതിന് എന്തായാലും നമ്മുടെ 10th മെയിൻസ് ഷെഡ്യൂൾ ചെയ്തിട്ടില്ല. അപ്പോൾ മാർച്ച് വരെയുള്ള കലണ്ടറിൽ 10th മെയിൻസ് വന്നിട്ടില്ല. അപ്പോൾ 10th മെയിൻസിന്റെ ടൈം ടേബിൾ 100 ഡേയ്സ് ടൈം ടേബിൾ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. കറക്റ്റായിട്ട് തന്നെ എല്ലാ ദിവസവും എക്സാമും പോർഷൻസും എല്ലാം നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോകുന്നുണ്ട്. ടെലഗ്രാം വഴിയാണ് എല്ലാ ഗൈഡൻസും നൽകുന്നത്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇനിയും വൈകിട്ടില്ല, കൂടെ ജോയിൻ ചെയ്യാവുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ മസ്റ്റ് ആയിട്ടും ജോയിൻ ചെയ്തിരിക്കണം. ഈ 10th മെയിൻസ് ഫോളോ ചെയ്യുന്ന ആൾക്കാരെ ഫസ്റ്റ് കമന്റിൽ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വീണ്ടും കാണാം.
താങ്ക് യു.